ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം വലിയൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടോ? അപ്പം ഈയിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാടധികം ചർച്ചകളും സ്ക്രൂട്ടിനിക്കൊക്കെ വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ എക്സ്പേർട്സ് കറണ്ട് വാല്യൂഷനെ കുറിച്ചും ഭാവിയിലെ സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഹൈ വാല്യൂഷനെ തുടർന്ന് കറക്ഷൻ സംഭവിച്ചൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പല ഫാക്ടേഴ്സ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് എക്സ്പേർട്സ് ഒക്കെ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ശുഭാപ്തി വിശ്വാസം കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു അവസരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകും മുമ്പ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു അഡ്വൈസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളിവിടെ എടുത്തു പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നമുക്ക് നോക്കാം ഈ ഓവർ വാല്യൂഷൻ കൺസേൺസ് ഒക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. ഇപ്പം ഇന്ത്യൻ ഇക്വിറ്റീസ് ഒക്കെ ഓവർ വാല്യൂഡ് ആണെന്നുള്ള സംസാരമുണ്ട് അല്ലേ? അപ്പം ഇതിൻ്റെ കൂടെ ഇപ്പോൾ ICICI പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് CIO എസ് നരേൻ സ്മോൾ ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെയൊക്കെ ഹൈ വാല്യൂഷനെ കുറിച്ചുള്ള കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, 2025 ഏറ്റവും അപകടകരമായ വർഷമായിരിക്കുന്ന എസ് നരേൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം. അപ്പോൾ വാല്യുവേഷൻ ഗുരു അശ്വന്ത് ദാമോദരൻ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലോബലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ് ഇപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് മാർക്കറ്റ് എന്ന്. അപ്പോൾ ഇതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള ആശങ്ക കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ പറഞ്ഞേക്കുന്നത് ഏർണിംഗ്സിന്റെ 31 ഇരട്ടിയാണ് നമ്മൾ പേ ചെയ്യുന്നതെന്നാണ്. ഇതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ കമ്പനികളുടെ റവന്യൂവിന്റെ 3 ഇരട്ടിയാണ് വാല്യൂ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എബിറ്റയുടെ 20 ഇരട്ടിയും. അപ്പം ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. അതുപോലെ തന്നെ ഈ കഥയൊന്നും നമുക്ക് ഒട്ടും പുതിയതുമല്ല. ഇപ്പൊ 2024 തുടക്കം മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഉയർന്ന മൂല്യത്തിലാണ് പല മാർക്കറ്റ് എക്സ്പേർട്സും ആശങ്ക ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ജൂണിൽ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിപ്പോർട്ട് പുറത്തിറക്കി. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് സ്റ്റോക്കുകളും സെക്ടേഴ്സൊക്കെ ഓവർ വാല്യൂഡ് ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് ചെറിയൊരു വാല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ട് മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ക്വാളിറ്റി, റിസ്ക് അതുപോലെ ഓവർ വാല്യൂഷൻ തമ്മിലുള്ള ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ചില സെക്ടേഴ്സൊക്കെ ഇന്ത്യയുടെ ലോങ് ടേം ഗ്രോത്തിനുള്ള സ്ട്രെങ്ത് കാണിക്കുമ്പോൾ മറ്റു ചിലതൊക്കെ അടിസ്ഥാനമില്ലാത്ത വിവരങ്ങളാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് കറക്ഷൻ അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓവർ വാല്യൂഷൻ കൺസേണിനെ തുടർന്ന് സെപ്റ്റംബർ 2024 ആ ഒരു പീക്ക് ലെവലിൽ നിന്ന് ഇന്ത്യൻ ഇൻഡീസസ് കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഇടിയാനുള്ള പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് US ട്രഷറി ഈൽഡ് കൂടിയത്. അപ്പോൾ ഇത് കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ എക്കോണമി സ്ലോ ഡൗൺ ആയതും കോർപ്പറേറ്റ് ഏർണിംഗ്സ് കുറഞ്ഞതും വീണ്ടും മാർക്കറ്റ് ഇടിയാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അപ്പം ഈ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം Nifty 50, Nifty മിഡ് ക്യാപ്പ് 100 അതുപോലെ Nifty സ്മോൾ ക്യാപ്പ് 100 ഇൻഡീസസ് ഒക്കെ അവരുടെ പീക്കിൽ നിന്ന് 12, 14 അതുപോലെ 16% ഇടിഞ്ഞു. സെപ്റ്റംബർ അതുപോലെ തന്നെ ഡിസംബറിലെ ഏർണിംഗ്സ് ഗ്രോത്ത് കുറഞ്ഞതും കറക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അതുപോലെ ഹൈ വാല്യൂഷൻ്റെ ഒപ്പം ഏർണിംഗ് ഗ്രോത്ത് കുറഞ്ഞതും. പിന്നെ ടെക്നിക്കൽ ഫാക്ടേഴ്സ്, അതായത് US ട്രഷറി ഈൽഡ് കാരണം US ഡോളർ കൂടിയത് FIS സെല്ല് ചെയ്യുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചെങ്കിലും ബാലൻസ് ചെയ്ത് ഡൊമസ്റ്റിക് ഫ്ലോ കൊണ്ട് മാത്രമാണ്. ഇത് മാത്രമല്ല, ഇന്ത്യൻ ഇക്കോണമിയുടെ റിയൽ GDP ഗ്രോത്ത് തുടർച്ചയായിട്ടുള്ള ക്വാർട്ടേഴ്സിൽ സ്ലോ ഡൗൺ ആയി. ആവറേജ് 7% താഴെ പോയി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിയാൻ വേണ്ടിയിട്ട് കാരണമായി. ഇനിയിപ്പോൾ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടെങ്കിലും ചില എക്സ്പേർട്സ് ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസവും പുലർത്തുന്നുണ്ട്. അപ്പം ഈ ഒരു വർഷം ഫെബ്രുവരി ആദ്യം 3P ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ സ്ഥാപകൻ അതുപോലെ തന്നെ CIO ആയ പ്രശാന്ത് ജെയിൻ പറഞ്ഞത്, അടുത്ത 2 മുതൽ 5 വർഷം വരെ മിതമായതും അതുപോലെ കുറഞ്ഞതുമായ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകുന്ന ലെവലിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളതെന്നാണ്. അപ്പോൾ ഇതിന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത് മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ബാങ്ക്, IT പോലത്തെ അണ്ടർ പെർഫോമിംഗ് സെക്ടേഴ്സ് ഒക്കെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് തന്നെ പോയി. അതേ സമയത്ത് മുമ്പൊക്കെ ഔട്ട് പെർഫോമിംഗ് ആയിട്ടുണ്ടായിരുന്ന സെക്ടേഴ്സ് ലൈക്ക് ഓട്ടോമൊബൈൽസ്, യൂട്ടിലിറ്റീസ് അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ നല്ല രീതിയിൽ ഇടിവ് സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുകൂടാതെ ഷോർട്ട് ടേം ഇടിവിന് സാധ്യതയുണ്ട്. ടെമ്പററി മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആവാം. അപ്പോൾ സ്മോൾ ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ നമ്മൾ ജാഗ്രത പാലിക്കണം. കാരണം അവരുടെ ഏർണിംഗ്സ് അതുപോലെ ഗ്രോത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ വാല്യൂഷൻ ഇപ്പോഴും സിങ്ക് ആവുന്നില്ല. HDFC സെക്യൂരിറ്റീസിന്റെ MD അതുപോലെ CEO ആയ ധീരജ് റെലി ഇപ്പോഴത്തെ സെന്റിമെന്റ്സ് മുൻനിർത്തി പറയുന്നത് 2025 അദ്ദേഹം മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പിനേക്കാളും ലാർജ് ക്യാപ്പ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഇപ്പോഴത്തെ നിലവിലെ പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറണമെങ്കിൽ ഗ്രോത്ത് കൂടണം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏർണിംഗ് ഗ്രോത്തിനായിട്ട് ഒരു മിതമായ ഇൻഫ്ലേഷനും അത്യാവശ്യമാണെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒപ്പം അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിഫ്റ്റിന്റെ 1 ഇയർ ഫോർവേഡ് PE വാല്യൂഷൻ ഇപ്പം 7% ഡിസ്കൗണ്ടിലാണ്. മിറായി അസറ്റിന്റെ CIO ആയ നീലേഷ് സുരാൻ
അദ്ദേഹവും സ്മോൾ അതുപോലെ മിഡ് ക്യാപ് സ്റ്റോക്സ് ഒക്കെ ഇപ്പോൾ കൂടുതൽ റിസ്ക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ലാർജ് ക്യാപ്പിൽ വാല്യൂഷൻ ഇപ്പം റീസണബിൾ ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇനി ഇപ്പോഴത്തെ മാർക്കറ്റ് കറക്ഷൻ അതുപോലെ തന്നെ വാല്യൂഷൻ ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ഗ്രോത്ത് നല്ല രീതിയിൽ നിലനിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ 2024 APAC റീജിയനിലെ ടോപ്പ് പെർഫോമർ ആയിരുന്നു ഇന്ത്യൻ ഇക്വിറ്റി. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയത് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടമെന്റൽസ് ഒക്കെ ഗ്ലോബൽ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തായ്വാൻ അതുപോലെ ചൈന ഒഴിച്ച് പല റീജിയണൽ കോമ്പറ്റേറ്റേഴ്സിനെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് 2024 ഇന്ത്യയുടെ ഇക്വിറ്റി 13.3% അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ലോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് ഇൻസൈറ്റ് പ്രകാരം തായ്വാൻ, കൊറിയ തുടങ്ങിയ മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിന് കോൺസെൻട്രേഷൻ റിസ്ക് കുറവാണെന്ന് കാണപ്പെടുന്നത്. ഇപ്പോഴത്തെ ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഒഴിച്ച് ഇന്ത്യയുടെ മാക്രോ ഫണ്ടമെന്റ്സ് അതുപോലെ സ്ട്രക്ചറൽ ഗ്രോത്ത് ഒക്കെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ബാങ്ക് വായ്പ വളർച്ചയൊക്കെ മന്ദഗതിയിലാണെങ്കിലും ഇപ്പോഴും ഇയർ ഓവർ ഇയർ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ കമ്പനികൾക്കായിട്ട് ഫോർകാസ്റ്റ് ചെയ്തേക്കുന്ന EPS ഗ്രോത്ത് APAC റീജിയനിലെ ഹയസ്റ്റ് ആണ്. കൂടാതെ കഴിഞ്ഞ 12 മാസത്തെ വരുമാന വളർച്ച ശക്തമായിട്ട് മുകളിലേക്ക് റിവൈസ് ചെയ്തേക്കുന്നതും കണ്ടു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ ഹൈ വാല്യൂഷൻ കറക്ഷൻ്റെ ഒക്കെ ഒരു കോംപ്ലക്സ് ഫേസിലാണുള്ളത്. അതേസമയത്ത് ഓവർ വാല്യൂഷൻ കൺസേൺസും ഉണ്ട്, മെയിൻലി സ്മോൾ ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പ് സ്റ്റോക്സിൽ. ഇപ്പം കാണിക്കുന്നത് ലാർജ് ക്യാപ്പ് സെഗ്മെന്റ്സ് ആണ് കുറച്ചും കൂടി റീസണബിളി വാല്യൂഡ് എന്നാണ്. ഇപ്പം പല ഫാക്ടേഴ്സ് കാരണം, അതായത് ഗ്ലോബൽ ഇക്കണോമിക് കണ്ടീഷൻ, ഡൊമസ്റ്റിക് ഗ്രോത്ത് റേറ്റ് അതുപോലെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് കാരണം മാർക്കറ്റ് ഇപ്പോൾ പുനർനിർണ്ണയത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടമെന്റൽസ് അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നതൊക്കെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണ്. സോ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഫ്യൂച്ചർ പെർഫോമൻസ് ഒക്കെ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ മറക്കണ്ട. പിന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.